ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപയുടെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അമ്മയുടെ ചില കുത്തുവാക്കുകൾ ഒഴിച്ച് ബാക്കി അവിടെ അവള് നല്ല ഹാപ്പിയാണ്. സ്വന്തം അമ്മയും കൂടെ പിറപ്പുകളാണല്ലോ ആ വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്ന എല്ലാ ജോലിയും അവൾ ചെയ്യുന്നുണ്ട്. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് അവൾ ഭക്ഷണവും അനിയത്തി പിള്ളേർക്ക് കൊണ്ടുപോകേണ്ട ഭക്ഷണവും വെള്ളവും ടിഫിനും എല്ലാതും അവൾ തുടച്ച് വൃത്തിയാക്കി അവൾ എല്ലാം ബാഗിലാക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ കണ്ടിട്ട് എഴുന്നേറ്റ് വരുന്ന നമ്മുടെ വൈജയന്തി ആണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ട് അന്തം വിട്ടു പോകുന്നുണ്ട്. ഇവളുടെ ആ ഒരു ചുറുചുറുക്കും പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കണ്ട് അവൾക്കും സന്തോഷമാകുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൾ പ്രകടിപ്പിക്കുന്നില്ല. അതേ സമയത്ത് അടുക്കളയിലുള്ള എല്ലാ ജോലിയും അവളോട് ചെയ്യാൻ പറയുമ്പോൾ അവൾ എല്ലാ ജോലിയും സന്തോഷത്തോടു കൂടി തന്നെ പറയുന്ന സമയത്തിനുള്ളിലും അതിനു മുമ്പായിട്ടൊക്കെയാണ് അവൾ ചെയ്തു തീർക്കുന്നത്. എങ്ങനെ അതേ സമയത്ത് അവളൊരു ബക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കഴുകി അകത്തേക്ക് ഇങ്ങനെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്ന സമയത്ത് വാതിൽ തുറന്നു നോക്കുമ്പോൾ മനു ആണ് നിൽക്കുന്നത്. മനുവിനെ കണ്ട് അന്തം വിട്ടു പോകുന്നുണ്ട്. ഏതായാലും മുത്തശ്ശിയുടെ അരികിൽ നിൽക്കുന്ന മനുവിനെ കാണുമ്പോൾ ഇവിടത്തെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ ക്ഷമിച്ച് നിന്നേക്കണം, നിനക്ക് ഞാനില്ലേ കൂട്ടായിട്ട് എന്നിങ്ങനെ മനു ചോദിക്കുമ്പോൾ അത് വലിയൊരു ആശ്വാസവാക്കായിട്ട് തോന്നുകയാണ് അലീനയ്ക്ക്. അലീന മനുവിനോട് പുഞ്ചിരിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവൾക്ക് വേണ്ട ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് മനു അവിടെ നിന്നും പോകുന്നത്. ഇതേ സമയത്താണെങ്കിൽ ഹരി എന്ന് പറയുന്ന മനുവിന്റെ അനിയൻ പുതിയ അടവുമായിട്ടൊക്കെയാണ് അവിടേക്ക് എത്തുന്നത്. അങ്ങനെ അലീന വാതിൽ തുറന്നു നോക്കുമ്പോൾ അവൻ വന്ന് നിൽക്കാണ്. അങ്ങനെ അവൻ ഒരു വൃത്തികെട്ട നോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി കുട്ടിക്ക് അവൾ മാമച്ചനോട് എന്തോ ഒരു കുസൃതി ഒപ്പിച്ചിട്ട് മാമച്ചൻ അവളെ തല്ലാൻ വേണ്ടി കൈ ഇങ്ങനെ ഓങ്ങുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് മാമച്ചൻ. ആ സമയത്താണ് അപ്പോൾ പെട്ടെന്ന് അവള് രേവതി ആണെങ്കിൽ ഓടിയിട്ട് നമ്മുടെ ഗ്രേസി അമ്മയുടെ പുറകെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് മാമച്ചനെ എത്തി നോക്കുന്നുണ്ട്. എന്തായാലും ഒരു കുട്ടിയുടെ സ്വന്തം മക്കളുടെ കുസൃതി പോലെയാണ് അവരതൊന്ന് ആസ്വദിച്ച് നിൽക്കുന്നത്. സ്വന്തം അച്ഛനെയും അമ്മയെയും പോലെ തന്നെയാണ് രേവതിയും അവിടെ നിൽക്കുന്നത്. അവൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നും തന്നെ അവിടെയില്ല. അവൾ സന്തോഷവതി തന്നെയാണ്. പക്ഷെ അലീനയുടെ കാര്യത്തിൽ മാത്രമാണ് ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ സീരിയൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.